ഞാനിവിടെ ഒരു കൊച്ചു പ്രസംഗമാണ് പറയാൻ പോകുന്നത്. നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പാടാനും പറയാനും എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ആണ്ടിൽ ഒരു ദിവസമല്ല, എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കുകയും ആ ഓർമ്മയിലൂടെ സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് മുസ്ലിങ്ങൾ. 5 നേരങ്ങളിൽ മിനാരങ്ങളിൽ നിന്ന് ഓരോ ബാങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം വിളംബരം ചെയ്യുന്നു. ഓരോ നിസ്കാരത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അവിടുത്തെ കുടുംബത്തിനും വേണ്ടി നാം സലാത്ത് ചൊല്ലുന്നു, സലാം പറയുന്നു. അതിലേറെ ജീവിതത്തിലെ ഓരോ അനക്കത്തിലും ആ തിരി ജീവിതത്തിലെ മാന്ത്രികകൾ പിൻപറ്റാൻ ശ്രമിക്കുന്നു. ദിവസങ്ങൾ മണിക്കൂറുകൾ പോലെയും മണിക്കൂറുകൾ മിനിറ്റുകൾ പോലെയും മിനിറ്റുകൾ സെക്കൻഡുകൾ പോലെയും അതിവേഗം സഞ്ചരിക്കുന്നു. ആയുസ്സിന്റെ മരത്തിൽ നിന്ന് ഓരോ ഇലകൾ കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ നമ്മെ പിടിച്ചു വച്ച മഹാമാരിയുടെ മുന്നിൽ ലോകം വിറങ്ങലിച്ചു നിൽക്കുകയാണ്. ഖേദകം, മനുഷ്യ നേതൃത്വങ്ങൾക്ക് പോലും കാണാൻ പറ്റാത്ത ഒരു വൈറസിന്റെ മുമ്പിലാണ് നമ്മൾ ഇപ്പോൾ. ഇതൊക്കെ കണ്ട് ലോകം കണ്ണുമീച്ചു നിൽക്കുകയാണ്. എന്തൊരു പോക്കാണിത്! കാലത്തിന്റെ കറക്കത്തിന് എന്ന് വേഗത കൂടി എന്ന നമ്മുടെ ചിന്ത ഓരോ കാലഘട്ടത്തിലും ഒരേ വേഗതയിലാണ് സമയം സഞ്ചരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ വന്ന ജീവിതക്രമങ്ങൾ മാറ്റമാണ് ഇതിനൊക്കെ കാരണം. ബസ് സ്റ്റോപ്പിൽ 5 മിനിറ്റ് കാത്തു നിൽക്കുന്ന നേരത്തെ അരമണിക്കൂർ പോലെയും തോന്നുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരാളോട് അരമണിക്കൂർ സംസാരിക്കുമ്പോൾ 1 മിനിറ്റ് പോലെയും നമുക്ക് തോന്നുന്നു. ഇത് തന്നെയാണ് വ്യത്യാസം. 5 മിനിറ്റ് കൊണ്ട് തീരാവുന്ന നിസ്കാരം വലിയ ഭാരം. കളി വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോൾ 2 മണിക്കൂർ പോകുന്നത് അറിയുന്നില്ല. എന്താണ് പരിഹാരം? നമ്മുടെ ധാരണകളിലും ചിന്തകളിലും തന്നെയാണ് മാറ്റം ഉണ്ടാവേണ്ടത്. അല്ലാഹു നമുക്ക് തന്ന അമൂല്യമായ അനുഗ്രഹമാണ് സമയം. അത് എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നതിലാണ് നമ്മുടെ വിജയം. ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ ഏതൊരു മനുഷ്യനും അല്ലാഹു തആലയോട് കരഞ്ഞുകൊണ്ട് ചോദിക്കും, അല്പം സമയം തരാമോ എന്നാണ്. എന്നാൽ സമയം പാഴാക്കിയവർക്ക് ഖേദിക്കേണ്ടി വരുന്നു തീർച്ച.